ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഒരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ആണിത്. നമുക്കൊന്ന് കാണാം. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. 2 കിലോ നാരങ്ങ ഉണ്ട്. നന്നായിട്ട് കഴുകി അവിച്ച് ഉപ്പും ഇട്ട് 2 ദിവസം മാറ്റി വച്ചിരുന്നു. അപ്പോഴത്തേക്ക് അതിൻ്റെ കയ്പ്പും ഒരു നല്ല ടേസ്റ്റായിട്ട് കുറുകി വരും. അതിന് ശേഷമാണ് ഇപ്പോൾ അച്ചാറിടുന്നത്. ആവശ്യത്തിന് ഒരു 350 ഗ്രാം വെളുത്തുള്ളി, ഇഞ്ചി, ഒരു വലിയ സവാള, ഒരു 10 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ചട്ടി അടുപ്പിൽ വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകൊക്കെ ഇട്ട് നന്നായിട്ട് പൊട്ടി കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം ആദ്യമേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ വരെ വഴറ്റിയെടുക്കണം. അതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ട് വീണ്ടും അതും കൂടെ ഒന്ന് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുത്തതിന് ശേഷം ഒരു വലിയ ഗ്ലാസ്സിൽ ഒരു 2.5 ഗ്ലാസ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വിനാഗിരിയും ചേർത്ത് ഈ മിക്സ് ചെയ്യുന്ന കൂട്ടി തന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് കായപ്പൊടി ഇടും. അതിനുശേഷം നന്നായിട്ട് വഴറ്റിയെടുത്ത ആ മിക്സി കൂടെ നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഒഴിച്ചു കൊടുക്കും. എല്ലാവരും സവാള ഇടുമെന്ന് അറിയത്തില്ല. സവാള ഇട്ടെന്ന് വെച്ച് അച്ചാർ അഴുക്കാവത്തൊന്നുമില്ല, നല്ലതായിട്ട് തന്നെ ഇരിക്കും, ഒരു കേടും വരത്തില്ല. എണ്ണയിൽ ഈ കലക്കി വെച്ചിരിക്കുന്ന കൂട്ടൊഴിച്ചതിന് ശേഷം അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ നാരങ്ങ ഇട്ട് കൊടുക്കും. നാരങ്ങ ഇട്ട് ഈ എല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വീണ്ടും കുറച്ച് കായപ്പൊടി ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്താൽ അച്ചാർ റെഡിയാവും. പിന്നെ കുറേ നാളെടുക്കാം. ഒരു ഉള്ളി ഇട്ടത് കൊണ്ട് ഒരു കേടാവത്തോ പൂത്തുപോത്തോ ഒന്നുമില്ല. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ വൈകിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇലയപ്പവും ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കഴിച്ചു. അച്ചാറും റെഡിയായി. ഇത് കണ്ട നല്ല ഉപ്പിലിട്ട ചെറിയ അരിനെല്ലിക്കയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. നമ്മളെ വീടിൻ്റെ അടുത്തുള്ളതാണ്. മോൾക്ക് വേണ്ടി ഉപ്പിലിട്ട് വെച്ചിരിക്കുവാണ്. ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും കാണണേ. ബായ്.